നീ ഇങ്ങനെ ഒരു ചെറ്റത്തരത്തിന് ഒരുങ്ങിയെന്ന് ഞാൻ ഒരിക്കലും മൊറൈസിനോട് പറയില്ല. കാരണം എനിക്ക് നിന്നെ അവനെ ഒരുമിച്ച് കിട്ടണം. എന്താണ് ഇത്? ഞാൻ തന്നെ പോലെ ഒരു ചെറ്റയല്ല, അതുകൊണ്ട് തന്റെ മോള് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവളെ ഇപ്പോ വല്ലവനുമൊക്കെ ചവച്ചു തുപ്പി തെരുവിലിട്ടേനെ. ഓ, നീ എന്റെ മോളെ രക്ഷിച്ചു. പകരം നിനക്ക് എന്താ വേണ്ടത്? പണം? ബ്ലാങ്ക് ചെക്കാണ്. നിനക്ക് ഇഷ്ടമുള്ള എഴുതിയെടുക്കാം. ഓഹോ, അപ്പൊ തന്റെ മകൾക്ക് ഒരു ബ്ലാങ്ക് ചെക്കിന്റെ വിലയുള്ളൂ? പിന്നെ നിനക്ക് എന്താണ് വേണ്ടത്? നിന്റെ തല, നിന്റെ തല, നിന്റെ തല. അയ്യോ, എന്റെ വീട്ടിൽ വന്ന് എന്റെ തോക്ക് ചൂണ്ടി അതും എന്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്നു. അവൻ ആരുവാ? പ്രിയദർശിനിയുടെ കാവൽ നായ ഗൗതം. മൊറൈസ് എന്ന ഈ സിംഹത്തിനെ നോക്കി കുരയ്ക്കാൻ ആ കില്ലപ്പട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നോ? അവന്റെ യജമാന സ്നേഹം, അല്ലാതെന്താ? നമ്മുടെ താവളത്തിൽ നുഴഞ്ഞു കയറാൻ അവൾ അവരൊരു തുറുപ്പിയിട്ടാക്കിയിരിക്കുകയാണ്. അന്നവിടെ തലയെടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പുതിയ ശത്രു ഉദിക്കില്ലായിരുന്നു. അവൻ എന്റെ മകളെ രക്ഷപ്പെടുത്തിയത്രേ. ഷെറിൻ കൂട്ടുകാരുമൊത്ത് അല്പം ഓവറായി കാണും. ആ അവസരം മുതലെടുത്തിരിക്കും. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ എന്റെ മകൾക്കറിയാം. അതിന് അവന്റെ സഹായം വേണ്ട. ഇനി മുതൽ അവന്റെ പിന്നിൽ നമ്മുടെ കണ്ണും കാതും ഉണ്ടായിരിക്കണം. മാനേജർ മഹാദേവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഷട്ട് അപ്പ്. ഡാഡിക്ക് വേണ്ടി നിങ്ങളെ സഹിക്കുന്നത് കൊണ്ട് എന്റെ തലയിൽ കയറി നിരങ്ങാമെന്നൊന്നും കരുതരുത്.
കൂലിക്ക് കുത്തുമെട്ട് നടത്തുന്ന തെരുവ് ഗുണ്ടയുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. അമേരിക്കയിൽ നിന്ന് MBAയും ടെക്സ്റ്റൈൽ ടെക്നോളജി ഒക്കെ പഠിച്ചു എന്ന് അഭിമാനിക്കുന്ന നിങ്ങളുടെ നാവ് പേക്കൂത്ത് നടത്തുന്ന തെരുവ് പെണ്ണിന്റെ വാക്കുകൾ തുപ്പുമ്പോ എനിക്ക് പുച്ഛം തോന്നുന്നു. യു ബ്ലഡി നിർത്തടി. കമ്പ്യൂട്ടറിൽ മനുഷ്യത്വം തളച്ചിട്ട നിന്നെ പിന്നെ എന്ത് വിളിക്കണം? നീ കാണുന്ന ഫാന്റസിയും ഫാസ്റ്റ് ഫുഡും ഒന്നും അല്ല ഇവിടുത്തെ ജീവിതം. ആദ്യം മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കേ. പൊന്നരച്ച് എന്ന് നിന്നെ വളർത്തിയപ്പോ പെണ്ണിന്റെ മാന്യത എന്താണെന്ന് നിന്നെ പഠിപ്പിക്കാൻ നിന്റെ തന്ത മറന്നുപോയി. ചോരയിൽ കുളിച്ചെന്റെ ബാബ കിടന്നപ്പോ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത നിന്റെ തന്ത എന്റെ ബാബയുടെ മുന്നിൽ നിനക്ക് വേണ്ടി മുട്ടുകാലിലിരുന്നു. അന്ന് എന്റെ ബാബ കൊടുത്ത വാക്ക് പാലിക്കാൻ മാത്രമാണ് നീ എന്ന വിഴുപ്പ് ഞാൻ ഇപ്പോഴും ചുമക്കുന്നത്. ഇങ്ങനെ വല്ലപ്പോഴും ഒന്ന് കരഞ്ഞു പഠിക്കും. ഇപ്പോഴാ നീ ഒരു പെണ്ണായത്. മൊറൈസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ ബ്രാൻഡ് നെയിം ജെന്നി. പുതിയ ടെക്സ്റ്റൈൽസ് യൂണിറ്റിന്റെ പേര് ജെന്നിഫർ അപ്പാരൽസ്. ഇന്ന് ഡാഡി അവളെ പിടിച്ച് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലിരുത്തി. നാളെ ഈ വീട്ടിൽ എന്റെ അമ്മയുടെ കിടക്കറ. ജെറി, മമ്മിക്ക് പ്രായമായി. പക്ഷെ നിന്റെ നാവ് കൊണ്ട് അത് ഓർമ്മിപ്പിക്കരുത് മോനെ. മൊറൈസിന് നേരെ ആരും അങ്ങനെ വാളം കൊണ്ട. അഹമ്മദാബാദിലെ തെരുവുകളിൽ അരേണയ്ക്ക് പഞ്ഞിക്കെട്ടും ചുമന്ന് അലഞ്ഞു കിടന്ന കാലത്ത് മാർവാളികൾ അടിച്ച അടിയുടെ പാട് ഇന്നും എന്റെ മുതുകത്തുണ്ട്. എടാ, 3 വയസ്സിൽ കിട്ടേണ്ട 3 യാർഡ് സൈക്കിള് എനിക്ക് കിട്ടിയത് 30ാമത്തെ വയസ്സിലാ. ജീവിതം എനിക്കൊന്ന് ആസ്വദിക്കണം. ഡാഡിയുടെ വപ്പാട്ടിയോടൊപ്പം ഡയറക്ടർ ബോർഡിൽ ഇരിക്കാൻ നിനക്ക് അപമാനമാണല്ലേ? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ എവിടെ കയറ്റിയിരുത്തും. പ്രായം എന്റെ ഭർത്താവിന്റെ രുചികളിൽ മാറ്റം വരുത്തുമെന്ന് കരുതി. പക്ഷെ അത് തെറ്റായിപ്പോയി. എന്റെ രുചികളെ പറ്റി പറയാൻ നിനക്കെന്ത് അർഹത? നീ എന്ന് എനിക്കൊരു വീട്ടുപകരണം മാത്രമായിരുന്നു. വിൽസൺ മൊറൈസിന്റെ ഷോക്കേസിൽ വെക്കുന്ന വെറും ഒരു പാവ. ഒരലങ്കാരത്തിന് നിങ്ങൾക്കത് വേണമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ പാവകൾ മാറി മാറി വരുന്നത് കണ്ട് ഷോക്കേസിലിരുന്ന് കരയാനല്ലേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നീ കരയണം. നിന്നിൽ കുരുത്ത ഈ മുള പോലും എനിക്ക് അപമാനമാണ്. എന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒരു താങ്ങാകാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ മീനെ ഞാൻ അങ്ങ് പൊട്ടിച്ചേരാം. അവളുടെ കഴുത്തെ കെട്ടിക്ക് വിളിച്ചോണ്ട് വരൂ. ഈ വലിയ ബംഗ്ലാവിൽ ഇനി ഒരുപാട് മുറികൾ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ. മമ്മി, ഇത് പറഞ്ഞതിന് നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കേണ്ടതാണ്. പക്ഷേ വിൽസൺ മൊറൈസിന്റെ ഭാര്യ തെരുവിൽ കിടന്നുറങ്ങുന്നു നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ എനിക്ക് നാണക്കേടുണ്ട്. ഇത് അമ്മയ്ക്ക് മാത്രമല്ല, മകനോടുള്ള അവസാന വാക്കാണ്. മറക്കണ്ട. ഷിപ്പ്യാർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. കൃത്യം 10:30 നമ്മുടെ ഷിപ്പ് പുറപ്പെടും. ക്ലിയറിംഗ് സെക്ഷൻ നമ്മുടെ പോക്കറ്റിലാണെങ്കിലും ഇത്തവണ കാണിക്ക് ഇത്തിരി കൂടുതൽ വേണ്ടി വന്നു. കാണിക്ക് ഇത്ര കൂടിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കോട്ടൻ തുണിക്കെട്ടുകൾക്കിടയിൽ കിടന്ന് നമ്മുടെ പഞ്ചലോക വിഗ്രഹങ്ങൾ നൃത്തം ചെയ്യട്ടെ. ചെറിയ ഇരയിട്ട് വലിയ മീനെ പിടിക്കാനല്ലേ ഈ എക്സ്പോർട്ടും കപ്പലും ഒക്കെ. ചരക്ക് ടൊറാൻഡോ തുറമുഖത്തുകൂടി സുരക്ഷിതമായി കടന്നു കിട്ടിയാൽ കാര്യങ്ങളെല്ലാം ഭദ്രം.